ഹലോ, ഇന്ന് ഒരു പുതിയ കറിയാണ് കേട്ടോ. ഇതിൻ്റെ പേര് പുളി വന്ന ചാറ് കേട്ടോ. വളരെ സിമ്പിൾ, വീട്ടിൽ കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് അറിയോ എടുത്തിരിക്കണം, ഇവിടെ കാണിക്കണം. അതിൽ കുറച്ച് കടുക്, ഉലുവ. ഈ ഉലുവ കുറച്ച് നല്ലോണം വേണം, ഇതിൻ്റെയൊക്കെ മണമാണ് അതിലുള്ളത് കേട്ടോ. പിന്നെ കായം, ചുവന്ന മുളക് അതിൻ്റെ എരിവ് വേണം, ഒരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്. ഇതൊക്കെ അവരവരുടെ എരിവ് ഇത്തിരി നല്ലോണം വേണ്ടതെനിക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല. കറിവേപ്പില കേട്ടോ. പിന്നെ പുളി, ഇതൊരു ചെറിയൊരു നാരങ്ങ പഴുത്തതിൽ പുളിയുണ്ട്. ഞാൻ അതിന് ഇതങ്ങനെ വെള്ളത്തിലിടുകയാണ് ഇപ്പോൾ തന്നെ കേട്ടോ. പിന്നെ ഇതിൽ ചെയ്യേണ്ടത് നല്ലെണ്ണ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് തുടങ്ങാം. ആദ്യം ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയിലേക്ക് ഞാൻ വെറുതെ ചട്ടിയിൽ ഉണ്ടാക്കണമെന്നില്ല കേട്ടോ, പക്ഷെ നല്ലെണ്ണ ഒഴിക്കും. നല്ലെണ്ണയിൽ ചെയ്യുന്നതാണ് ഇതിന് മണം കേട്ടോ. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ അരിപ്പൊടി ആ കറിയിലേക്ക് ചേർക്കും. അതുകൂടെ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തണം കേട്ടോ. കടുകിട്ടു. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഉലുവ. ഈ ഉലുവ ഞാൻ പറഞ്ഞല്ലോ ഇത്തിരി നല്ലോണം ഇടണം കേട്ടോ. നല്ലോണം ഇട്ടിട്ടുണ്ടാണ് ഉലുവ ഇതിലേക്ക്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് വറന്ന് വരണം. പക്ഷെ നല്ല ഉലുവയുടെ മണം വരുന്ന സമയത്താണ്, ഉലുവയുടെ മണം നന്നായി വരണം. അപ്പം ഞാനിപ്പോൾ നിറച്ചുണ്ടാ കറിവേപ്പില ഇടുന്നു, കരിഞ്ഞു പോകുന്നത്. പിന്നെ ചെയ്യണത് ഇതാ മുളക് ഇട്ടു. 2 പച്ചമുളകും കൂടെ കീറിയിടണം. 2 പച്ചമുളക് ഇതാ കീറിയിടണം കേട്ടോ. ഇത് നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇത് നമ്മളുടെ എന്താ പറയുക, ഈ ഉപ്പുമാവ് കളി എന്നൊക്കെ പറയില്ലേ, കളി എന്ന് പറഞ്ഞിട്ടാണ് ബ്രാഹ്മിൻസിൽ. അതിൻ്റെ കൂടെ കുറച്ച് കായും നല്ലോണം കട്ടക്കായം ചേർക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. എന്നിട്ട് അതില്ല, അപ്പോൾ ഞാൻ ഈ കായാണ് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം മണം വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ പുളി ചേർക്കുകയാണ്. ഈ പുളി ചേർക്കുന്നത് കുറച്ച് നല്ല വെള്ളമായിരിക്കണം. ഇനി ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇത് തിളയ്ക്കണം, നന്നായി തിളയ്ക്കണം. കൂടെ ലേശം മഞ്ഞൾ കേട്ടോ. ഉപ്പിട്ടിട്ട് ഞാൻ കല്ലുപ്പാണ് ഇടുന്നത്. അതൊന്ന് ഞാൻ നോക്കിയിട്ട് നമ്മൾ പിന്നെ ആഡ് ചെയ്യും കേട്ടോ. ഇനി ഇത് നന്നായി ഒന്ന് തിളയ്ക്കണം. ഇതിൽ ഞാൻ പറഞ്ഞ മാതിരി കായം, മുളക്, ഉലുവ ഇതിൻ്റെയൊക്കെ മണം നന്നായിട്ട് ഇതിൽ മുന്തി നിൽക്കണം. അതാണ് ഈ കറിയുടെ ടേസ്റ്റ്. ഇനി ലാസ്റ്റായിട്ട് ഇതിലൊരു സാധനം ചേർക്കുന്നുണ്ട്. അതിപ്പോൾ തിളച്ച് കഴിയട്ടെ. ഈ അരിപ്പൊടി ഇതെല്ലാം തിളച്ച് വരുമ്പോഴാണ് ചേർക്കുക. അപ്പോൾ ഇത് നന്നായി ഒന്ന് തിളക്കട്ടെ. ഇപ്പം ഞാനിതൊന്ന് നന്നായി തിളക്കട്ടെ. ഇതിനെ ഒന്ന് അടച്ച് വയ്ക്കുകയാണ്. ഇത് കണ്ടു. ഇപ്പോൾ ഈ കറി നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ അരിപ്പൊടി, കൂടുതലാവാൻ പാടില്ല കേട്ടോ. കറിയുടെ അളവനുസരിച്ച് നമുക്ക് അരിപ്പൊടി എടുക്കാം. എന്നിട്ട് അതിൽ കുറച്ച് നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിനെ ഒഴിക്കും. എന്നിട്ട് ഇത് തിളയ്ക്കണം. ഇനി ഇത് നന്നായി ഒന്ന് തിളക്കട്ടെ. കണ്ടോ, ഇപ്പോൾ തിളച്ച് വരുമ്പോൾ ഈ കറിക്ക് ചെറിയ ഒരു തിക്നെസ് കിട്ടും. നമ്മൾ പാലക്കാട് ഉണ്ടാക്കുന്ന മുളകോത്തപ്പൊടി അതിൻ്റെയൊക്കെ ഒരു ഇതാണ്. പക്ഷെ മുളകോത്തപ്പുളിയിൽ നമ്മൾ പച്ചമുളക്, ഇഞ്ചി, ഇതിൽ പച്ചമുളക് ചേർത്തില്ല, ഉള്ളി ചേർക്കും. ഇത് ഉള്ളി ചേർക്കാത്ത ഒരു കറി. അതുകൊണ്ടാണ് ഇതിനെ പുളി വന്ന ചാറ്. പുളി ഇങ്ങനെ നന്നായി തിളയ്ക്കണം ഇതിലത്തെ. ഇത് നല്ലൊരു കൂട്ടാനാണ് കേട്ടോ. നിങ്ങളെല്ലാവരും കഴിച്ചു നോക്കണേ.
ഉണ്ടാക്കി നോക്കൂ, ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ, വളരെയധികം ഇഷ്ടപ്പെടും. ഇത് നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഒഴിച്ച് കഴിക്കുക. അപ്പോൾ ഈ എന്താ പറയുക, കളി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതെങ്ങനെ ഞാൻ പറഞ്ഞു തരാമെന്ന് എനിക്കറിയില്ല. അത് ബ്രാഹ്മിൻസിൻ്റെ പ്രത്യേകം നല്ലൊരു ഡിഷാണ് കളി. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ, എന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. കളി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, കളി. അതിനെയാണ് ഈ ബ്രാഹ്മിൻസ് അത് എപ്പോഴും ഉണ്ടാക്കുന്ന സാധനമാണ്. ഇപ്പോൾ ഈ കറി നന്നായി തിളച്ചു. ചെറിയ ഒരു കണ്ടോ, ഇങ്ങനെ ഒരുപാട് വെള്ളമല്ല, ഇങ്ങനെ ആയിരിക്കണം കേട്ടോ, ഒരു കട്ടിയാവാൻ പാടില്ല. ഇപ്പോൾ ഇത് നന്നായി തിളച്ചു. ഇനി ഞാനിതിനെ ഓഫ് ചെയ്തിട്ട് ഇവിടെ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇപ്പം ഞാൻ ദിസ് ഈസ് വെരി മച്ച് ഓപ്ഷണൽ, ഇങ്ങനെ ചെയ്യണമെന്നില്ല, ഇതോടെ ഈ കറിയുടെ അവസാനമാണ്. പക്ഷെ ഞാൻ ഇതിലേക്ക് 2 ചുണ്ടങ്ങ വറുത്തത് ഇടുകയാണ്. ഇത് നോക്കോളൂ. എന്നിട്ട് ഇതൊന്ന് വറുത്ത് ഇത് ആഡ് ചെയ്താൽ, മണത്തുംകാളിയോ ഇങ്ങനെ ചുണ്ടങ്ങയൊക്കെ ഇതിൽ ആഡ് ചെയ്താൽ നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചുണ്ടങ്ങ നന്നായി ആയി വന്നു. ഞാനിപ്പോൾ ഇതിനെ ഇപ്പോൾ ഇത് ചുണ്ടങ്ങ ഇതിലിട്ടു. ഇപ്പം എൻ്റെ പുളി വന്ന ചാറ് റെഡിയായി. വളരെ ടേസ്റ്റിയാണ് ഈ കറി. ഇത് ഞാൻ പറയുന്നത് അസുഖമൊക്കെ വന്നിട്ട് നമുക്ക് ഒന്നും വായക്കൊക്കെ പിടിക്കാതിരിക്കുക. പിന്നെ അപ്പോൾ മാത്രമല്ല കേട്ടോ, ഈ മഴക്കാലത്തൊക്കെ നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കുക. നല്ലൊരു മണം വരുന്നുണ്ട് ഈ കറിക്ക്. ആകെ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് പച്ചമുളകാണ്, വെജിറ്റബിൾ മാറി പറഞ്ഞ് ആഡ് ചെയ്തിരിക്കുന്നത്. ബാക്കിയൊക്കെ കടുക്, ഉലുവ, മുളക്, കായം, ചുവന്ന മുളക്, കറിവേപ്പില, പിന്നെ കൊണ്ടാട്ടം ഉണ്ടെങ്കിൽ ചേർക്കാം, നിങ്ങൾക്ക് മണത്തുംകാളി ഉണ്ടെങ്കിൽ ചേർക്കാം, ഇത് ചേർക്കാം. ഇത് 2 പറ്റുള്ളൂ കേട്ടോ എനിക്ക് ചേർക്കാൻ. അപ്പോൾ ഞാൻ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ, ഇറ്റ്സ് ബൈ ഫ്രം സുധാ മേനോൻ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.